ഹലോ എവ്രി വൺ, വെൽക്കം ടു സൈലം PSC. നിസാമാണ്. ഞാൻ ഇന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം നടന്നിട്ടുള്ള ഡിഗ്രി പ്രിലിംസിൻ്റെ ഫസ്റ്റ് ലെവൽ എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ്റെ ഒരു കോംപ്രിഹെൻസീവ് അനാലിസിസ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാവും, മെയിൻസിന് കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളുണ്ടാകും, LP UP LTC CPO ഉദ്യോഗാർത്ഥികളുണ്ടാവും. ഇവർക്കൊക്കെ എന്താണ് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താണ് കൃത്യമായിട്ട് ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യണേ. ദെൻ നമുക്ക് നേരെ എന്താണ് നമ്മുടെ അനാലിസിസ് വീഡിയോയിലോട്ട് കിടക്കാം. അതിനു മുന്നേ നമ്മുടെ സൈലം PSC 3 കിഡിലൻ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്കുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, 12th ലെവലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്, ഡിഗ്രി ലെവലിൻ്റെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട്. കിഡിലൻ ബാച്ചുകളാണ്. നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാം, അല്ലാതെ കോംബോ ആയിട്ടും ഈ ബാച്ചുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഈ പർച്ചേസ് ചെയ്യുന്നത് നമ്മുടെ സൈലം ആപ്പിലൂടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ബാച്ചുകളൊക്കെ പർച്ചേസ് ചെയ്യാം. ഞാൻ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഡു ജോയിൻ. ഓക്കെ, ഇനി എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പാർട്ട് ഫ്രം ദ കൺഫ്യൂസിങ് ഓപ്ഷൻസ്, എക്സാം വാസ് ഈസി. കൺഫ്യൂസിങ് ഓപ്ഷൻസ് ആയിരുന്നു പലതും, എങ്കിലും എക്സാം ഈസി ആയിരുന്നു. നമുക്ക് ഈസി ആണ് എന്ന് പറയാം. പലരും പറഞ്ഞു സമയം കിട്ടിയില്ല, പലരും ബാക്കിയുള്ള ജനറൽ കാര്യങ്ങളും മാത്സും ഒക്കെ എഴുതി കഴിഞ്ഞ് വന്നപ്പോൾ അവസാനം ഇംഗ്ലീഷ് എടുക്കാമെന്ന് വെച്ചപ്പോൾ ഇംഗ്ലീഷിൻ്റെ ഓപ്ഷൻസ് കുറച്ചുകൂടെ കൺഫ്യൂസിങ് ആയിരുന്നു. ബട്ട് ഇംഗ്ലീഷ് ഓവറോൾ ഈസി ആയിരുന്നു. നമുക്കിനി നേരെ ഗ്രാമർ പാർട്ടും വൊക്കാബുലറി പാർട്ടും എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നോക്കാം. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനാണ്. ഈ തന്നിരിക്കുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഡിക്ലറേറ്റീവ് സെന്റൻസ് ആണ്. ഡിക്ലറേറ്റീവ് സെന്റൻസുകളെ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഷീ സെഡ് ദാറ്റ്, ഷീ ടോൾഡ് മീ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് ബാക്കി എന്താണോ പറയുന്നത് അതിന് ടെൻസ് മാറ്റിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ ഇൻഡയറക്റ്റ് സ്പീച്ച് നമുക്ക് എഴുതാവുന്നതാണ്. അപ്പം നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കേണ്ടത്, ഡയറക്റ്റ് സ്പീച്ചിൽ എന്തൊക്കെയുണ്ടോ അത് കൃത്യമായിട്ട് ഇൻഡയറക്റ്റ് സ്പീച്ചിലൂടെ ഉണ്ടാവും. ഡയറക്റ്റ് സ്പീച്ചിൽ എന്തൊക്കെ ഇല്ല ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടാവില്ല. നോക്കൂ, നിങ്ങൾ ആദ്യത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും നോക്കൂ. നിങ്ങൾ അവിടെ കൊടുത്തിട്ടുള്ള മോഡൽ ഓക്സിലറി വരുന്നത് ഒന്നാമത്തേതിൽ കുഡിന്റ് ആണ്, രണ്ടാമത്തേതിൽ കാണ്ട് ആണ്. ഈ രണ്ട് മോഡൽ ഓക്സിലറി വേർബ് വരില്ല. കാരണം നമ്മുടെ ഡയറക്റ്റ് സ്പീച്ചിൽ അങ്ങനെയുള്ള മോഡൽ ഓക്സിലറീസ് ഇല്ല. നമുക്കുള്ളത് വോണ്ട് ആണ് ഉള്ളത്. വോണ്ട് ആണ് നമുക്ക് വോണ്ടിന്റെ രൂപങ്ങളാണ് നമുക്ക് നമ്മുടെ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ വരേണ്ടത്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എയും സിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ദെൻ അടുത്തത് സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു കാര്യം ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ അതിന്റെ പേഴ്സ്പെക്റ്റീവ് മാറുന്നുണ്ട്. ആരാണോ റിപ്പോർട്ട് ചെയ്തത് അതിനനുസരിച്ച്, അയാൾക്കനുസരിച്ചിട്ട് ആരാണോ പറഞ്ഞത് അതിനനുസരിച്ചിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിന്റെ പേഴ്സ്പെക്റ്റീവ് മാറുന്നുണ്ട്. അവൾ പറഞ്ഞു ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നുള്ളത് വേറൊരാൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവനാവാം, അവളാവാം. എന്തൊക്കെ കാര്യങ്ങളിൽ മാറ്റം വരുന്നുണ്ട്? പ്രോനൗണുകളിൽ മാറ്റം വരുന്നുണ്ട്, മോഡൽ ഓക്സിലറീസിന് മാറ്റം വരുന്നുണ്ട്, ടെൻസിന് മാറ്റം വരുന്നുണ്ട്, ടൈം, പ്ലേസ്, അഡ്വേർബുകൾക്കൊക്കെ മാറ്റം വരുന്നുണ്ട്. അപ്പം പെർസ്പെക്റ്റീവ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ കാര്യങ്ങൾക്കൊക്കെ മാറ്റം സംഭവിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ വോണ്ട് എന്നുള്ള മോഡൽ ഓക്സിലറി നമുക്കറിയാം, അതിന്റെ പാസ്റ്റ് എന്ന് പറയുന്നത് വുഡിന്റ് ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കുക, ഡി ആണ്. അപ്പൊ പലരും പറഞ്ഞു ഇവിടെ ദാറ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ, ദാറ്റ് ഇല്ലാത്തത് കൊണ്ട് ഇത് തെറ്റല്ലേ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ദാറ്റ് എന്ന് പറയുന്നത് നോക്കണേ നിങ്ങൾ, അത് ഓപ്ഷണൽ ആണ്. ദാറ്റ് ഇട്ടാലും കുഴപ്പമില്ല, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇറ്റ്സ് ഓപ്ഷണൽ. ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ബി ഏബിൾ ടു അറ്റൻഡ് ദ മീറ്റിംഗ്. ദാറ്റ് ഉണ്ടായാലും ദാറ്റ് ഇല്ലെങ്കിലും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഡിക്ലറേറ്റീവ് സെന്റൻസുകളെ മാറ്റുമ്പോൾ ചിലപ്പോൾ ദാറ്റ് അവർ കൊടുക്കാം, ദാറ്റ് കൊടുക്കാതിരിക്കാം. നിങ്ങൾ അതിൽ കുറേ നേരം സമയം സ്പെൻഡ് ചെയ്യേണ്ട. ദാറ്റ് എന്ന് പറയുന്നത് ഓപ്ഷണലാണ്. ദെൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെയുണ്ടോ ഡയറക്റ്റ് സ്പീച്ചിൽ അത് മാത്രമേ ഇൻഡയറക്റ്റ് സ്പീച്ചിൽ ഉണ്ടാവുകയുള്ളൂ. ദെൻ ടെൻസിന് മാറ്റം വരുന്നുണ്ട്, പ്രോനൗണുകൾക്ക് മാറ്റം വരുന്നുണ്ട്, ടൈം, പ്ലേസ്, അഡ്വേർബുകൾക്ക് മാറ്റം വരുന്നുണ്ട്, ഓക്സിലറീസിന് മാറ്റം വരുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ഡയറക്റ്റ് സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച് ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ, കമ്പാരറ്റീവ് ഡിഗ്രി ചോദ്യമാണ് തന്നിരിക്കുന്നതിൽ. കറക്റ്റ് കമ്പാരറ്റീവ് ഡിഗ്രി ആണ് ചോദിക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്നുള്ളത്. കാരണം നമുക്കറിയാം ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് ആണ് ആ 3 ഫോം.
ആദ്യത്തെ ഓപ്ഷൻ നോക്കൂ നിങ്ങൾ, മോർ ഫാസ്റ്റർ. ഈ മോർ യൂസ് ചെയ്യുന്നത് നമ്മൾ ഒന്നും കൂടെ വലിയ അഡ്ജക്റ്റീവുകൾക്ക് അല്ലെങ്കിൽ അഡ്വേർബുകൾക്കാണ് നമ്മൾ മോർ യൂസ് ചെയ്യുന്നത്. ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ അഡ്വേർബ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവാൻ കാര്യം അതിൽ ഒറ്റ വവലേ ഉള്ളൂ അല്ലെ. ഫാസ്റ്റർ ഒരു എ എന്നുള്ള സൗണ്ടിൽ മാത്രം വരുന്ന സാധനമാണ് ഫാസ്റ്റർ. അപ്പൊ എന്നാൽ ചില ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ 3 സാധനങ്ങളുണ്ട് അല്ലെ. ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്താണ് ഒന്നുകൂടെ മോറ് മോസ്റ്റ് പോലെയുള്ള സാധനങ്ങൾ നമ്മൾ കമ്പാരിറ്റീവിലും സൂപ്പർലെറ്റീവിലും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ ഓപ്ഷൻ എയും തെറ്റാണ്, ഓപ്ഷൻ ബി ഫാസ്റ്റ് ആണ്, അത് പോസിറ്റീവ് ഡിഗ്രി ആണ് കൊടുത്തത്, സെന്റൻസ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. ഡി എന്താണ് ഫാസ്റ്റ്ലി എന്നാണ് കൊടുത്തത്. ഫാസ്റ്റ്ലി ആക്ച്വലി എന്താണ് വേർഡ് ഉണ്ടായിരുന്നു, പക്ഷെ അത് ആക്കേക്കാണ്. ആക്കേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. ഇപ്പം നമ്മൾ എന്താണ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ, ഫാസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറില്ല. യെസ്. ഇനി നിങ്ങൾ നോക്കുമ്പോൾ നമ്മൾ സാധാരണ പഠിച്ചത് അഡ്ജക്റ്റീവുകൾക്ക് മാത്രമേ ഉള്ളൂ എന്താണ് ഈ കമ്പാരറ്റീവ് സൂപ്പർലെറ്റീവ് ഡിഗ്രി എന്നുള്ളത്. എന്നാൽ ഷീ റൺസ് ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ റൺസ് എന്ന് പറയുന്നത് നമുക്കറിയാം വേർബാണ്. അതിനുശേഷം ഫാസ്റ്റർ എന്ന് പറയുമ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്താണ് അത് സ്വാഭാവികമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് എന്തായിരിക്കും അഡ്വേർബ് ആയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. എല്ലാ അഡ്വേർബുകൾക്കും എന്താണ് കമ്പാരറ്റീവ് സൂപ്പർലെറ്റീവ് ഇല്ല. ചില അഡ്വേർബുകൾക്ക് എന്താണ് കമ്പാരറ്റീവ് സൂപ്പർലെറ്റീവ് ഫോമുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിൽ ചിലതാണ് ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ്, ഏർലി, ഏർലിയർ, ഏർലിയസ്റ്റ്. ദെൻ നമ്മൾ പറയാറുണ്ടല്ലോ ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഇത് അഡ്ജക്റ്റീവ് ആണ്. എന്നാൽ ഇതിന്റെ അഡ്വേർബ് വരുന്നത് നോക്കൂ നിങ്ങൾ, വെൽ, ബെറ്റർ, ബെസ്റ്റ്. ഇതാണ് അതിന്റെ അഡ്വേർബിന്റെ 3 ഫോം വരുന്നത്. അതുപോലെ നമ്മൾ പറയാറുണ്ട് ബാഡ്, വേഴ്സ്, വേഴ്സ്റ്റ്. അത് അഡ്വേർബിലേക്ക് വരുമ്പോൾ ബാഡ്ലി, വേഴ്സ്, വേഴ്സ്റ്റ്. ഈ കാര്യം കൂടെ എന്താണ് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കണേ. ദെൻ നമ്മുടെ ഈ സെന്റൻസിലോട്ട് വരുമ്പോൾ ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം. ഈ സെന്റൻസ് നോക്കുമ്പോൾ ഗ്രാമാറ്റിക്കലി അല്ലെങ്കിൽ ഫോർമലി നമ്മൾ നോക്കുമ്പോൾ ഇത് തെറ്റാണ്. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം എന്നുള്ളത് ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സെന്റൻസ് ആണ്. നമ്മൾ ദാനിന് ശേഷം നമ്മൾ ഒബ്ജക്റ്റീവ് പ്രോണോൺ യൂസ് ചെയ്യില്ല, നമ്മൾ സബ്ജക്റ്റ് പ്രോണോണെ യൂസ് ചെയ്യുള്ളൂ. ഒബ്ജക്റ്റ് പ്രോണോൺ യൂസ് ചെയ്യില്ല, നമ്മൾ സബ്ജക്റ്റ് പ്രോണോണെ യൂസ് ചെയ്യുള്ളൂ. ഇതിന്റെ കറക്റ്റ് ഫോർമൽ ഗ്രാമാറ്റിക്കൽ സെന്റൻസ് വരുന്നത് ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹിം ആണ്. അപ്പൊ നമ്മൾ എന്താണ് ഹി ഡസ് ആണ് വരുന്നത്. അവൻ ഓടുന്നതിനേക്കാൾ കൂടുതൽ അവൾ ഓടുന്നു. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ഈ ഒരു കാര്യം കൂടെ ജസ്റ്റ് ഓർത്തിരിക്കുക. ആദ്യത്തെ സെന്റൻസ് ഹിം, മീ, ഹെർ പോലെയുള്ള സാധനങ്ങൾ എന്താണ് ഇൻഫോർമൽ ആണ്, കോമൺ ആണ്. ബട്ട് എന്താണ് ഫോർമൽ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ, ഒഫീഷ്യൽ കാര്യങ്ങളിലോട്ട് വരുമ്പോൾ ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഹി ഡസ്, ഐ ഡു, ഷീ ഡസ്, ദേ ഡു, അതാണ് വരുന്നത് കേട്ടോ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്. അപ്പം നമ്മൾ പറഞ്ഞു ഫാസ്റ്റ്, ഫാസ്റ്റർ, ഫാസ്റ്റസ്റ്റ് ആണ്. അഡ്ജക്റ്റീവുകൾക്ക് മാത്രമല്ല അഡ്വേർബുകൾക്കും കൂടെ എന്താണ് ചില അഡ്വേർബുകൾ കൂടെ എന്താണ് കമ്പാരറ്റീവ് സൂപ്പർലെറ്റീവ് ഫോമുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. യെസ്. അടുത്ത ചോദ്യത്തിലൂടെ നടക്കാം. നോക്കൂ നിങ്ങൾ, ക്വസ്റ്റ്യൻ ടാഗിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ. റെബക്ക റയലി ഈറ്റ് സ്വീറ്റ്. ഇതിൽ നമ്മൾ ആകെ അറിയേണ്ട ഒരു കാര്യം ഈ റയലി എന്ന് പറഞ്ഞാൽ എന്താണ്. റയലി എന്ന് പറയുന്നത് ഒരു അഡ്വേർബ് ആണ്. ഈറ്റ്സിനെ എന്താക്കുന്നുണ്ട്, അത് മോഡിഫൈ ചെയ്യുന്നുണ്ട്. ഈ റയലി പോലെയുള്ള കുറെ അഡ്വേർബുകൾ ഉണ്ട്. റയലി, ബയലി, സെൽഡം, ഹാർഡ്ലി, നെവർ പോലെയുള്ള കുറച്ച് അഡ്വേർബുകൾ ഉണ്ട്. ഇവയൊക്കെ നമ്മൾ വിളിക്കുന്നത് നെഗറ്റീവ് അഡ്വേർബുകളാണ്. ഈ നെഗറ്റീവ് അഡ്വേർബുകൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നെഗറ്റീവ് ആക്കി മാറ്റിയിട്ടുണ്ട്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും പോസിറ്റീവ് ടാഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക അല്ലെ. പോസിറ്റീവ് ടാഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നതിൽ 3 ഓപ്ഷനും നമുക്ക് എന്താണ് ക്യാൻസൽ ഔട്ട് ചെയ്യാം. 3 ഓപ്ഷനും എന്താണ് നെഗറ്റീവ് ടാഗാ തന്നിട്ടുള്ളത്. നമ്മുടെ ആൻസർ വരുന്നത് ഡസ് ഷീ ആണ്. റെബേക്ക എന്ന് പറയുന്നത് ഷീ ആയതുകൊണ്ട് നമ്മൾ പ്രോനോൺ ഷീ എടുത്തു. ഈറ്റ്സ് എന്ന് പറയുന്നത് നോക്കൂ നിങ്ങൾ സിംഗുലർ വേർബ് ആയതുകൊണ്ട് ഡസ് എടുത്തു. ഡസ് ഷീ, റെബേക്ക, റയലി, ഈറ്റ് സ്വീറ്റ്, ഡസ് ഷീ എന്നുള്ളതാണ്. അപ്പം നെഗറ്റീവ്
അഡ്വേർബുകൾ യൂസ് ചെയ്ത് കാരണം ഈ സ്റ്റേറ്റ്മെന്റ് എന്തായി, നെഗറ്റീവ് ആകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ്, നമ്മൾ പോസിറ്റീവ് ടാഗ് ആണ് ഉപയോഗിക്കേണ്ടത്. യെസ്, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് നോക്കാം. പ്രോപ്പർ യൂസ് ഓഫ് വേർബ്. സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ദ ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി, ദ ചൈൽഡ് ഫോളൻ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി, ദ ചൈൽഡ് ഫോളിംഗ് അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി, ദ ചൈൽഡ് ഫോൾഡ് അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഉത്തരം പറയാം, ഓപ്ഷൻ എ ആണ് ഉത്തരം. എന്തുകൊണ്ട് ഓപ്ഷൻ ബിയും സിയും ഡിയും വന്നില്ല എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഡി നോക്കുമ്പോൾ ഫോൾഡ് എന്ന് പറഞ്ഞ സാധനമേ ഇംഗ്ലീഷിലില്ല. ഫോള് ഫെല്ലാണ് വരുന്നത് കേട്ടോ. ഫോള് കഴിഞ്ഞാൽ രണ്ടാമത്തെ വരുന്നത് ഫെല്ലാണ്. ഫോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം അല്ല, അതുകൊണ്ട് നമുക്കത് ക്യാൻസൽ ചെയ്യാം. ദെൻ ഓപ്ഷൻ ബി നോക്കൂ നിങ്ങൾ, ദ ചൈൽഡ് ഫോളൻ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി. ഫോളൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം V3 ആണ് അല്ലെ. V3 ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ഹാസോ ഹാവോ അതിന്റെ കൂടെ വേണം. അപ്പൊ ഇവിടെ ഹാസും ഹാവും എന്താണ്, ആ വേർബിന്റെ കൂടെ ഇല്ല, നമുക്ക് തെറ്റാക്കിയിട്ട് കൊടുക്കാം. ദെൻ ചൈൽഡ് ഫോളിംഗ് അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവി, അതും തെറ്റാണ്, കാരണം ഈസ് ഇല്ല. ഫോളിംഗ് എന്നുള്ളത് എന്താണ്, ഫോളിംഗ് എന്നുള്ളത് കണ്ടിന്യൂസ് ആക്ഷൻ ആണ്. സ്വാഭാവികമായിട്ട് ഈസോ ആറോ വേണം, ഈസോ ആറോ വാസോ വേറോ വേണം അല്ലെ. യെസ്, അതില്ല. ദെൻ എന്താണ്, ഈ ഒരു സംഗതി ഡ്യൂറിംഗ് ദ മൂവി എന്നുള്ളത് പാസ്റ്റിലെ ഒരു സാധനമാണ്, അതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ടുള്ള സാധനം അവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ആൻസർ വരുന്നത് ചൈൽഡ് ഫെൽ അസ്ലീപ് ഡ്യൂറിംഗ് ദ മൂവിയാണ്. സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്, നമുക്ക് എന്താണ് ഒരു പുതിയ തരം ചോദ്യമാണ്, പെട്ടെന്ന് കൺഫ്യൂസിങ് ആക്കുന്ന ചോദ്യമാണ്, എങ്കിലും എന്താണ് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. യെസ്, നമ്മൾ അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാണ്. ക്വിക്ലി എന്ന് പറഞ്ഞിട്ടുള്ള വാക്കിന്റെ പാർട്ട് ഓഫ് സ്പീച്ച് എന്താണ്? നമുക്കറിയാം, നമുക്ക് അഡ്ജക്റ്റീവിന്റെ കൂടെ ഒരു എൽവായ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് അഡ്വേർബ് എന്നുള്ളത് അല്ലെ. അപ്പൊ ക്വിക്കിന്റെ കൂടെ നമ്മൾ എൽവായ് ചേർത്തിട്ട് നമുക്ക് കിട്ടുന്നത് കൊണ്ട് നമ്മൾ അഡ്വേർബ് ആണ്. അഡ്വേർബ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബിനെ, അഡ്ജക്റ്റീവിനെ, സെന്റൻസുകളൊക്കെ എന്താണ് ക്വാളിഫൈ ചെയ്യാൻ, മോഡിഫൈ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന പാർട്ട് ഓഫ് സ്പീച്ചുകളാണ് അഡ്വേർബുകൾ അല്ലെ. ഇനി ഒരു കാര്യം കൂടെ, അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ, നോക്കൂ നിങ്ങൾ, അവസാനം ഉള്ള അഡ്ജക്റ്റീവുകൾ ഉണ്ട്, അതിന്റെ ശേഷം മാത്രമേ ഡബിൾ എൽ വൈ വരികയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി. നമുക്കറിയാം ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക്, ബ്യൂട്ടിഫുൾ എന്നുള്ള വാക്ക് അതിനുശേഷം എൽ വൈ ചേർക്കുമ്പോൾ മാത്രമാണ് അത് ഫുള്ളി ആവുന്നത്. ഇത് അഡ്ജക്റ്റീവ് ആകുമ്പം 2 L ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക. ബ്യൂട്ടിഫുൾ, കെയർഫുൾ പോലെയുള്ള വാക്കുകൾക്ക് ഒരു L ഉള്ളൂ. അത് അഡ്വേർബ് ആക്കുമ്പോൾ മാത്രം നമ്മൾ എക്സ്ട്രാ എന്താണ് ഒരു LY ചേർക്കുന്നത് കൊണ്ടാണ് അത് ഫുള്ളി ആവുന്നത്. ഒരു കാര്യം കൂടെ ഞാനൊരു വാക്ക് എഴുതുന്നുണ്ട്. ഇങ്ങനെ ഒരു വാക്കുണ്ടോ? പബ്ലിക്കലി എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? പബ്ലിക്കലി എന്ന് പറഞ്ഞ വാക്കുണ്ടോ? നമുക്കറിയാം, ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവുകളുടെ കൂടെ നമ്മൾ എന്താണ് നോർമലി LY ചേർത്തിട്ടാണ് നമ്മൾ അഡ്വേർബ് ഉണ്ടാക്കുന്നത്. ഈ ക്വസ്റ്റ്യൻ നമുക്ക് എന്താ, നമ്മുടെ സ്പെല്ലിംഗ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വാക്കാണ്. അഡ്ജക്റ്റീവ് വരുന്നത് പബ്ലിക് ആണ്. പബ്ലിക് എന്നുള്ളതാണ് അഡ്ജക്റ്റീവ്. അതിന്റെ കൂടെ നമ്മൾ LY ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് പബ്ലിക്ലി ആണ് കിട്ടുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കണം. കെലി അല്ല, CALLY വരുന്നില്ല. പബ്ലിക് പ്ലസ് LY, പബ്ലിക്ലി ആണ് വരുന്നത്. അപ്പൊ സ്പെല്ലിംഗ് എന്താണ്? ഈ പബ്ലിക്ലിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാൻ, ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സ്പെല്ലിംഗിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു വാക്കാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം വരുന്നത് ഒരു പ്രപ്പോസിഷൻ യൂസേജ്. ഇതിൽ തന്നിരിക്കുന്നതിൽ 3 കറക്റ്റ് ആണ്, 1 മാത്രം എന്താണ് ഇൻകറക്റ്റ് ആണ്. അലർജിക്കിന് ശേഷം നമ്മൾ എപ്പോഴും എന്താണ് 2 ആണ് യൂസ് ചെയ്യുന്നത്. ഈ സെന്റൻസ് കറക്റ്റ് ആണ്. ഫോണ്ട് ഓഫ് സംവൺ, എനിക്ക് അയാളെ ഇഷ്ടമാണ്. ലൈക്കിംഗ് ഫോർ സംവൺ, ലൈക്കിംഗ് ഫോർ സംവൺ, ഇഷ്ടമുണ്ട് എന്നാ പറയുന്നത്. ലൈക്കിംഗ് ഫോർ സംവൺ, അപ്പൊ ഇതും കറക്റ്റ് ആണ്. എന്നാൽ ഇൻസിസ്റ്റഡിന് ശേഷം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു അഡ്വേർബ് ആണ് ഓൺ എന്നുള്ളത്. പ്രപ്പോസിഷൻ ആണ് ഓൺ എന്നുള്ളത്. ഇൻസിസ്റ്റഡ് ഓൺ ആണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്, ഇന്നല്ല. ഒരു കാര്യം കൂടെ ഇതിൽ മനസ്സിലാക്കേണ്ടത്, നോക്കൂ നിങ്ങൾ, അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത് ജെറൻഡ് ആയിരിക്കും അല്ലെങ്കിൽ നൗൺ ആയിരിക്കും. ഇൻഫിനിറ്റീവ് നമ്മൾ യൂസ് ചെയ്യില്ല. ഇൻസിസ്റ്റഡ് ഓൺ ഡൂയിങ് സംതിങ് ആ വരുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജെറൻഡ് അല്ലെങ്കിൽ സംതിങ് നൗൺ ആയിരിക്കും നമ്മൾ ഇൻസിസ്റ്റഡ് ഓണിന് ശേഷം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ 4ാമത്തെ സെന്റൻസ്, ദേ ആർ എക്സൈറ്റഡ് അബൌട്ട് ദ അപ്കമിങ് ട്രിപ്പ്.
ആ വരാൻ പോകുന്ന ട്രിപ്പിനെ കുറിച്ചിട്ട് അവരെല്ലാവരും എന്താണ് എക്സൈറ്റഡ് ആണ് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. എബൌട്ട് എന്നുള്ളത് എന്താണ് കറക്റ്റ് പ്രപ്പോസിഷൻ ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് എന്താ അറിയേണ്ടത്? ഇൻസിസ്റ്റിന് ശേഷം നമ്മൾ ഓൺ എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതിനുശേഷം നമ്മൾ ING ഫോം വേർബ് പ്ലസ് ING ജെറൻഡ് ആണ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ എന്താണ് നൗൺ ആണ് യൂസ് ചെയ്യുക എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. യെസ്. അടുത്തത് ഗ്രാമാറ്റിക്കൽ സെന്റൻസ്. തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ഗ്രാമാറ്റിക്കൽ സെന്റൻസസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷീ വെന്റ് ടു ദ സ്റ്റോർ യെസ്റ്റർഡേ. യെസ്റ്റർഡേ എന്ന് പറഞ്ഞത് പാസ്റ്റിലെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയമാണ്, ഇന്നലെ എന്നുള്ളത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തു? സിമ്പിൾ പാസ്റ്റ് യൂസ് ചെയ്തു. ഷീ വെന്റ് കറക്റ്റ് സെന്റൻസ്. ഒന്നാമത്തെ സെന്റൻസ് കറക്റ്റ് ആണ്. എന്നാൽ രണ്ടാമത്തെ സെന്റൻസ് നിങ്ങൾ വായിച്ചു നോക്ക്. ഹി വോക്ക് 2 മൈൽസ് ദിസ് മോർണിംഗ്. ദിസ് മോർണിംഗ് എന്ന് പറയുന്നതും പാസ്റ്റിലുള്ള ഒരു ടൈമാണ് അല്ലെ. ദിസ് മോർണിംഗ് അപ്പൊ പാസ്റ്റ് ആയതുകൊണ്ട് ഒന്നെങ്കിൽ ഇവിടെ വോക്ഡ് എന്ന് വേണം അല്ലെ. ഹി വോക്ഡ് 2 മൈൽസ് ദിസ് മോർണിംഗ്. 2 മൈൽസ് ഇന്ന് രാവിലെ അയാൾ നടന്നു എന്ന് പറയണം. അപ്പൊ ഈ സെന്റൻസ് തെറ്റാണ്. ഹി വോക്ക് 2 മൈൽസ് ദിസ് മോർണിംഗ് എന്നാണ് കറക്റ്റ് സെന്റൻസ് വരുന്നത്. മൂന്നാമത്തെ നോക്കൂ നിങ്ങൾ. ദേ ഹാവ് ഈറ്റഡ് ലഞ്ച് ഓൾറെഡി. ഈറ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേർബിൽ അല്ലെ, നേരത്തെ നമ്മൾ പറഞ്ഞു ഫോള് ഫെല്ലാണ്, അവിടെ കൊടുത്തത് എന്താണ്? ഫെൽഡ് ആണ് അല്ലെ. ഈറ്റഡ് എന്ന് പറഞ്ഞാൽ അറിയില്ല, നമുക്കറിയാം ഈറ്റൺ ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് വേണ്ടത് ഈറ്റൺ എന്നാണ് വേണ്ടത്. ദെൻ അപ്പോഴാണ് ഇത് കറക്റ്റ് സെന്റൻസ് ആവുന്നത്. അപ്പൊ ഇത് തെറ്റാണ്. നോക്കൂ നിങ്ങൾ. ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വേർബ് നിങ്ങൾ കണ്ടോ? ആ സെന്റൻസിന്റെ അവസാനം കൊടുത്തത് ഓൾറെഡി. 2 പൊസിഷനിൽ നമുക്ക് യൂസ് ചെയ്യാം അഡ്വേർബ്. ഒന്നെങ്കിൽ മെയിൻ വേർബിന്റെ മുന്നേ ആയിട്ട്. ഇവിടെ മെയിൻ വേർബ് എന്ന് പറയുന്നത് ഈറ്റൺ ആണ്. ദേ ഹാവ് ഓൾറെഡി ഈറ്റൺ ലഞ്ച് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദേ ഹാവ് ഈറ്റൺ ലഞ്ച് ഓൾറെഡി. അപ്പൊ 2 പൊസിഷനിൽ എന്താണ് സെന്റൻസിന്റെ എൻഡിലും കൊടുക്കാം, മെയിൻ വേർബിന്റെ മുന്നേയും നമുക്ക് എന്താണ് ഓൾറെഡി എന്ന് പറഞ്ഞിട്ടുള്ള ഈ അഡ്വേർബ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ദെൻ നാലാമത്തെ സെന്റൻസിലോട്ട് പോകുമ്പോൾ നോക്കും നിങ്ങൾ. വി ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. ഇവിടെ സ്വാഭാവികമായിട്ട് എന്താണ്? ഇവിടെ ഒരു ആർ മിസ്സിംഗ് ഉണ്ട് അല്ലെ, ഓക്സിലറി മിസ്സിംഗ് ഉണ്ട്. വി ആർ ഗോയിങ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. അപ്പൊ ഇതും തെറ്റാണ് സെന്റൻസ്. അപ്പൊ നമുക്ക് എന്താണ് 1 മാത്രമേ ശരിയുള്ളൂ. അപ്പൊ 1 മാത്രമുള്ള ഒരു ഓപ്ഷൻ ഉള്ള, പകരം നൺ ഓഫ് ദ എബവ് ഉള്ളത്. 1 and 2 ഉണ്ട്, 2 and 3 ഉണ്ട്, 3 and 4. സ്വാഭാവികമായിട്ട് PSC എങ്ങനെ ആയിരിക്കും ഓപ്ഷൻസ് എടുത്തത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. ഈ നൺ ഓഫ് ദ എബവ് എന്ന് പറഞ്ഞത് ഈ തന്നിരിക്കുന്ന 4 സെന്റൻസുകളിലും ഒന്നുമല്ല എന്നാണോ, അതോ ഈ ABC കൊടുത്തതിൽ ഒന്നുമല്ല എന്നാണോ എന്നാണ് നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് എന്താണ് ഓപ്ഷൻ D നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഇനി ഒരു കാര്യം കൂടെ പറയാനുള്ളത്. നാളെ ഞങ്ങൾ പാർക്കിലോട്ട് പോകും. നമ്മൾ സാധാരണ എന്താണ് വില്ല് ഉപയോഗിച്ചിട്ടാണ് പറയാറില്ലേ, ഫ്യൂച്ചർ പറയാറ്. ഇവിടെ എന്താ യൂസ് ചെയ്തിട്ടുള്ളത്? വി ഗോയിങ്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് ആക്കിയിട്ട് വി ആർ ഗോയിങ് ടു ദ പാർക്ക് ടുമോറോ. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ഫ്യൂച്ചർ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്യൂച്ചർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അതായത് ഈസ് ഗോയിങ്, ആർ ഡൂയിങ്, ആ സാധനം നമുക്ക് യൂസ് ചെയ്യാം. ഇതിന്റെ കൂടെ എപ്പോഴും എന്താണ് ഒരു ടൈം ഉണ്ടാവും. ടൈം വേർഡ്സ് ആയിട്ടുള്ള നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, നെക്സ്റ്റ് വീക്ക്, ടുമോറോ പോലെയുള്ള ഓൺ സൺഡേ, ടുമോറോ പോലെയുള്ള സാധനങ്ങൾ ഉണ്ടാവും കേട്ടോ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹീസ് ഗോയിങ് ടു യൂറോപ്പ് നെക്സ്റ്റ് മന്ത്, അത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ നമ്മൾ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതുപോലെ എന്താണ് സിമ്പിൾ പ്രസന്റും കൂടെ നമ്മൾ എന്താണ് ഫ്യൂച്ചർ പറയാൻ യൂസ് ചെയ്യും. സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ടൈം ടേബിൾ, ഷെഡ്യൂളുകള്, ഫ്ലൈറ്റ് ടൈമുകള്, മീറ്റിങ്ങൾ, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റ്. ഓൾറെഡി ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടൈം ടേബിൾ, അല്ലെങ്കിൽ മീറ്റിങ്ങൾ, ഇതിനൊക്കെയാണ് നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റ് ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ദ മൂവി സ്റ്റാർട്ട്സ് അറ്റ് 10 o'clock. 10 മണിക്കാണ്, ഇന്ന് രാത്രി 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റിലാണ് പറഞ്ഞിട്ടുള്ളത്.
ഷെഡ്യൂള്, ടൈം ടേബിൾ, ചിലപ്പോൾ വിമാനത്തിൻ്റെ ഒക്കെ എന്താണ് ഷെഡ്യൂള് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസന്റ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എന്താണ് പ്രസന്റും ഫ്യൂച്ചർ പറയാൻ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കാര്യം നിങ്ങൾ എന്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കിയെടുക്കുക. നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾക്ക് നമുക്ക് എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ്. കാരണം അവർ നാളെ ഞങ്ങൾ പാർക്കിലേക്ക് പോകുമെന്ന് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അവിടെ എന്താണ് പ്രസന്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാം. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് കിടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ്, സബ്ജക്റ്റ് വേർബ് അഗ്രിമെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈച്ച് വെച്ചിട്ട് തുടങ്ങുന്ന കുറച്ച് സെന്റൻസുകളാണ്. നമുക്ക് ഓരോന്ന് എന്താണ് പരിശോധിച്ച് നോക്കാം. നോക്കൂ നിങ്ങൾ, ഈച്ച് എന്ന് പറഞ്ഞാൽ ഈച്ച് വേഴ്സസ് ആദ്യം നമ്മൾ അറിയേണ്ടത് ഈച്ച് എന്താണ്, എവ്രി എന്താണെന്ന്. ഈച്ച് ആദ്യം എവ്രി നമുക്ക് നോക്കാം. എവ്രി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ നമ്മൾ എന്താണ് ഒന്നായിട്ട് ഒരു കളക്റ്റീവായിട്ട് കാണുന്നതിനെയാണ് എവ്രി എന്ന് പറയുന്നത്. കളക്റ്റീവായിട്ട് ഈ കൂട്ടത്തിലുള്ള ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് ആയിട്ട് കാണുന്നത്, ഇൻഡിവിജ്വലി ആയിട്ട് കാണുന്നതാണ് ഈച്ച് വരുന്നത്. ഈ എല്ലാ ഇൻഡിവിജ്വലിനെയും ഒന്നാക്കി കാണുന്നതാണ് എവ്രി വരുന്നത്. ദെൻ എവ്രി വരുമ്പോ എന്താണ്, 3ൽ കൂടുതൽ ആളുകളായിരിക്കും ആ ഗ്രൂപ്പിൽ ഉണ്ടാവുക. ഗ്രൂപ്പിൽ രണ്ടാണെങ്കിൽ നമ്മൾ ഈച്ച് ഉപയോഗിക്കും. 2ൽ കൂടുതലാണെങ്കിലും നമ്മൾ എന്താണ് 2+ നമ്മൾ ഈച്ച് ഉപയോഗിക്കുക. 3 മോർ ദാൻ 3 നമ്മൾ എവ്രി യൂസ് ചെയ്യുക. ഈ കാര്യം നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് നിങ്ങൾക്ക് ധാരണ വേണം. എവ്രി എന്ന് പറഞ്ഞാൽ 1 2 3 4 ഇങ്ങനെ കണ്ടിന്യൂസ് ഈ എല്ലാ ആളുകളെയും ഒന്നായിട്ടാണ് കാണുന്നത്, ഒരു കളക്റ്റീവ് വൺ ആയിട്ടാണ് കാണുന്നത്. ഈച്ച് എടുക്കുമ്പോൾ എന്താണ് സെപ്പറേറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ഓരോരുത്തരെയും ഒരു ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വലി എടുക്കുന്നതിനാണ് ഓരോ വ്യക്തി, ഓരോ കുട്ടി എന്ന് പറഞ്ഞിട്ട് ഓരോ എന്നാണ് എടുക്കുന്നത്. ഇനി നമ്മൾ ഈച്ചിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈച്ചിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുക സിംഗുലർ കൗണ്ടബിൾ നൗൺ ആണ്. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റുന്ന നൗണുകളാണ്. ഈച്ച് ടീച്ചർ, ഈച്ച് പെൻ, ഈച്ച് ബുക്ക്. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഈച്ച് പേഴ്സൺ, ഈച്ച് ബുക്ക്. അപ്പൊ നമുക്ക് അൺകൗണ്ടബിൾ യൂസ് ചെയ്യാൻ പറ്റുമോ? അൺകൗണ്ടബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താണ് ഈച്ച് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടത്തിലെ ഓരോ വ്യക്തികളെ നമ്മൾ എന്താണ് ഇൻഡിവിജ്വലി എടുക്കുകയാണ്. ഇൻഡിവിജ്വലി എടുക്കുമ്പോൾ നമുക്ക് ഓൾറെഡി എണ്ണാൻ പറ്റണം അല്ലേ? നമുക്ക് എണ്ണാൻ പറ്റാത്ത ഒരു സാധനത്തിനുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇൻഡിവിജ്വൽ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ കൂടെ അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾക്ക് അൺകൗണ്ടബിൾ നൗൺ ഉപയോഗിച്ചേ പറ്റൂ എങ്കിൽ നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം? ഈച്ച് പീസ് ഓഫ് ഇൻഫർമേഷൻ, ഈച്ച് പീസ് ഓഫ് ഫർണിച്ചർ, ഈച്ച് പീസ് ഓഫ് അഡ്വൈസ്, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം. ഈച്ച് പീസ് ഓഫ് ഇൻഫർമേഷൻ, ഈച്ച് പീസ് ഓഫ് ഫർണിച്ചർ, ഈച്ച് പീസ് ഓഫ് അഡ്വൈസ്. ഈച്ച് ഇൻഫർമേഷൻ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഈച്ച് ഫർണിച്ചർ എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല, ഈച്ച് അഡ്വൈസും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഈച്ചിന് ശേഷം നമ്മൾ സിംഗുലർ കൗണ്ടബിൾ നൗൺ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. സിംഗുലർ കൗണ്ടബിൾ നൗൺ ശേഷം നമ്മൾ എന്താണ് സിംഗുലർ ആയിട്ടാണ് ഓരോ വ്യക്തികളെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ സിംഗുലർ ആണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ സിംഗുലർ വേർബ് ആണ് ഇതിന് ശേഷം യൂസ് ചെയ്യുന്നത്. സിംഗുലർ വേർബ്. ഈച്ച് പേഴ്സൺ ഹാസ്, ഈച്ച് ബുക്ക് ഈസ് എന്നുള്ള സാധനമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ധാരണ നിങ്ങൾക്ക് വേണം. ഇനി ഈച്ചിന് ശേഷം നമുക്ക് എന്താണ് പ്ലൂരൽ നൗണ് കൂടെ പ്ലൂരൽ കൗണ്ടബിൾ നൗണ് യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളുണ്ട്. ഈച്ച് ഓഫ് ശേഷം ഈച്ച് ഓഫിന് ശേഷം നമ്മൾ എന്താണ് പ്ലൂരൽ സാധനങ്ങൾ യൂസ് ചെയ്യും. പ്ലൂരൽ കൗണ്ടബിൾ നൗണ് നമ്മൾ യൂസ് ചെയ്യും. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ഒരു പ്രോനൗൺ ആണ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് ഒരു ആർട്ടിക്കിൾ ദ യൂസ് ചെയ്യണം. ഈച്ച് ഓഫ് മൈ ബുക്സ്, ഈച്ച് ഓഫ് മൈ ബുക്സ്. ബുക്സ് എന്നുള്ളത് എന്താണ് പ്ലൂരൽ ആണ്. മൈ എന്നുള്ളത് ഒരു പ്രോനൗൺ ആണ്. ഈച്ച് ഓഫ് ഹർ കാറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ദ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് മൈ ഹെറിനൊക്കെ പകരം ദ എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് വേണം. സ്റ്റുഡന്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സ്റ്റുഡൻസ് എന്ന് പറയണ്ട. കൃത്യമായിട്ട് ഓർത്തിരിക്കുക, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ്. അപ്പൊ ആർട്ടിക്കിൾ വേണം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോനൗൺ വേണം. ഈച്ച് ഓഫ് യൂസ് ചെയ്യണമെങ്കിൽ അതിനുശേഷം നമ്മൾ എന്താണ് പ്ലൂരൽ ആണ് യൂസ് ചെയ്യുക. ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാലും അതിനുശേഷത്തെ വേർബ് വരുന്നത് സിംഗുലർ ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സിംഗുലർ. അപ്പൊ ഈച്ച് ഓഫ് മൈ ബുക്സ്
ഈസ് ആണ് വരുന്നത്, ആറല്ല. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഈസ് ആണ്, ഹാസ് ആണ്, ഹാവ് അല്ല, ആറല്ല. കൃത്യമായിട്ട് നിങ്ങൾക്കൊരു ധാരണ വേണം. ദെൻ ഈച്ചിന് ശേഷം പ്ലൂരൽ വേർബ് വരുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട്. അതും കൂടെ പറഞ്ഞതിന് ശേഷം നമുക്ക് എന്താണ് നേരെ നമ്മുടെ ചോദ്യത്തിലോട്ട് കിടക്കാം. ഈച്ചിന്റെ മുന്നേ പ്ലൂരൽ വരികയാണെങ്കിൽ പ്ലൂരൽ സബ്ജക്റ്റുകൾ വരുന്നതാണ്. ഫോർ എക്സാമ്പിൾ ദേ ഹാവ് ദേ ഈച്ച് ഹാവ് ചിൽഡ്രൻ. ഇത് ഗ്രാമാറ്റിക്കൽ സെന്റൻസ് കറക്റ്റ് ആണോ അല്ലയോ? കറക്റ്റ് ആണ്. കാരണം ഈച്ചിന് ശേഷം എന്താണ് ഒരു പ്ലൂരൽ സബ്ജക്റ്റ് വന്നു. ഫോർ എക്സാമ്പിൾ വേറെ എക്സാമ്പിൾ പറഞ്ഞാൽ നിസാം ആൻഡ് ഫാരിസ് ഈച്ച് ഹാവ് their own teaching styles. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഈച്ചിന് മുന്നെയാണ് നമ്മൾ സബ്ജക്റ്റ് പ്ലൂരൽ സബ്ജക്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനുശേഷം നമ്മൾ പ്ലൂരൽ വേർബ് ഉപയോഗിക്കും എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ധാരണ വേണം. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് കറക്റ്റ് ആണ്, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഹാവ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്, അത് നമുക്ക് ക്യാൻസൽ ഔട്ട് ചെയ്യാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഉണ്ട്, അത് നമുക്ക് അവിടെ കിടക്കട്ടെ, കറക്റ്റ് ആണ് ഏകദേശം. അടുത്തത് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാവ്, അതും നമുക്ക് ഒഴിവാക്കാം. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻ്റ് ആ കൊടുത്തത്, അത് തെറ്റാണ് അല്ലേ? ഇവിടെ സ്റ്റുഡൻസ് എന്ന് വരണം, തെറ്റ്. ഇനി രണ്ടാമത്തെ സെന്റൻസ്, അതാണ് കറക്റ്റ് വരുന്നത്. എന്നാൽ അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇവിടെ നിങ്ങൾ ദെയർ എന്ന് കണ്ടോ, ദെയർ ഓൺ ലാപ്ടോപ്പ് എന്ന് കണ്ടോ? അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ആണ്. മോഡേൺ ഗ്രാമർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്രാമാറ്റിക്കൽ സെന്റൻസ് ആണ്. കാരണം സ്റ്റുഡൻറ് എന്ന് പറയുന്നത് നമുക്ക് ജെൻഡർ സ്പെസിഫിക് അല്ല അല്ലേ? കോമൺ ജെൻഡർ ആണ്. മെയിൽ സ്റ്റുഡൻറ്റിനും ഫീമെയിൽ സ്റ്റുഡൻറ്റും എന്താണ് ആ സ്റ്റുഡൻറ് എന്ന് പറയുന്നതിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ഹിസ് ഓർ ഹെർ എന്ന് പറയാം, ഹിസ് ഓർ ഹെർ ലാപ്ടോപ്പ് എന്ന് പറയാം. അല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള, കേൾക്കണേ, ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ദേയുടെ ഫോമുകൾ ഏതൊക്കെയാ? ദയർ, ദം പോലെയുള്ള, അല്ലെങ്കിൽ ദംസെൽവ്സ്. ഇത് മൂന്നും എന്താണ്? ദേ എന്ന് പറയുമ്പോൾ നമുക്ക് പുരുഷന്മാരാണോ സ്ത്രീകളാണോ എന്ന് പറയാൻ പറ്റില്ല. അവരുടെ എന്ന് പറയുമ്പോൾ എന്താണ് അതില് ഇതിനെ ജെൻഡർ സ്പെസിഫിക് പ്രോനൗൺ ആയിട്ടാണ് ഇംഗ്ലീഷിൽ കാണുന്നത്. മോഡേൺ ഗ്രാമേറിയൻസ് പറയുന്നത് നമുക്ക് ഇങ്ങനെ ഒരു സെന്റൻസ് ഉണ്ട്, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്താണ് നമുക്ക് അവിടെ ദെയർ എന്ന് കൊടുക്കാം. ദെയർ എന്ന് കൊടുത്താൽ അത് കറക്റ്റ് ആണ്, ദെയർ ലാപ്ടോപ്പ്. മോഡേൺ ഗ്രാമറിൽ എന്താണ് ഇത് കറക്റ്റ് ആണ്. പക്ഷെ PSCക്ക് നിങ്ങൾക്ക് ഈ രണ്ട് ഓപ്ഷനും ആണ് വരുന്നതെങ്കിൽ ഹിസ് ഓർ ഹെർ ലാപ്ടോപ്പ് എന്ന് വരുന്നുണ്ട്, ദെയർ ലാപ്ടോപ്പ് എന്ന് വരുന്നുണ്ട്. നിങ്ങൾ കുത്തേണ്ടത് എന്താണ്? ഹിസ് ഓർ ഹെർ ലാപ്ടോപ്പ് എന്നുള്ളതാണ്. ട്രഡീഷണൽ ഗ്രാമേറിയൻസ് അതേ മാർക്ക് കൊടുക്കുകയുള്ളൂ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹിസ് ഓർ ഹെർ എന്ന് പറയാം, ദെയർ എന്ന് പറയാം. ഇതൊന്നുകൂടെ മോഡേൺ ആണ്. ദേ എന്നുള്ളത് എന്താണ്? ജെൻഡർ ന്യൂട്രൽ ആയതുകൊണ്ടാണ് നമ്മൾ ദെയർ പ്ലൂരൽ ആയിട്ട് പോലും എന്താണ് നമ്മളത് ഉപയോഗിക്കുന്നത്, ഹിസ് ഓർ ഹെർ ലാപ്ടോപ്പ്. എന്നാൽ നിങ്ങളോട് ചോദ്യം ഇങ്ങനെയാണെങ്കിൽ ഈച്ച് ഓഫ് ദ മെയിൽ സ്റ്റുഡൻസ് എന്നാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹിസ് കൊടുക്കണം. ദെയർ കൊടുത്തു കഴിഞ്ഞാൽ സെന്റൻസ് അൺഗ്രാമാറ്റിക്കൽ ആവും. ഈച്ച് ഓഫ് ദ ഫീമെയിൽ സ്റ്റുഡൻസ് എന്നാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ഹെർ കൊടുക്കണം. ദെയർ കൊടുത്താൽ തെറ്റാണ്. ഇനി ഇതേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ഒരു സെന്റൻസ് കൂടെ ഞാൻ നിങ്ങൾക്ക് പറയാം. എവ്രി വരുമ്പോൾ ഇതേ സംഗതിയാണ് വരുന്നത്. എവ്രി പാസഞ്ചർ ബ്രോട്ട് അല്ലെങ്കിൽ ബ്രോട്ട് their own luggage. ഇവിടെ പാസഞ്ചർ എന്ന് പറയുന്നത് നമുക്ക് അറിയില്ല. ഫീമെയിൽ പാസഞ്ചർ ഉണ്ട്, മെയിൽ പാസഞ്ചർ ഉണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ദെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ജനറൽ ന്യൂട്രൽ പ്രോണോൺ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് ധാരണ വേണം. ഇവിടെ നമുക്ക് എന്താണ് ഹിസ് ഓർ ഹെർ എന്ന് കൊടുക്കാം. ഇനി ഇവിടെ മെയിൽ പാസഞ്ചർ ആണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഹിസ് ഓൺ ലഗേജ് എന്നാക്കണം. ഫീമെയിൽ ആണെങ്കിൽ എന്താണ് ഹെർ ഓൺ ലഗേജ് എന്നാക്കണം. അപ്പൊ ഇത് മോഡേൺ ഗ്രാമറിൽ ഇത് കറക്റ്റ് ആണ്.
കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹിസ് ഓർ ഹെറും ഉണ്ട്, ദെയറും ഉണ്ട് എങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താണ് ഹിസ് ഓർ ഹെറിനാണ് നിങ്ങൾ എന്താണ് കറക്റ്റിക്കേണ്ടത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതും കൂടെ ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് ഹാസ് ദെയർ ഓൺ ലാപ്ടോപ്പ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഹാസ് ഹിസ് ഓർ ഹെർ ഓൺ ലാപ്ടോപ്പ് എന്ന് കൂടെ പറയാം. കറക്റ്റ്, യെസ്. ഇനി നമുക്ക് എന്താണ് അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വരുന്നത്, കറക്റ്റ് യൂസ് ഓഫ് ദ പാസീവ് വോയിസ്. ഈ 4 സെന്റൻസ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഇതിന് ഉത്തരം ഇല്ല എന്ന് പറയാൻ പറ്റും അല്ലേ. കാരണം 4 സെന്റൻസും എന്താണ് ആക്റ്റീവ് വോയിസിൽ എഴുതിയിട്ടുള്ള സെന്റൻസാണ്. ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന ആള് പ്രവൃത്തി ചെയ്യാണ്. പാസീവ് വോയിസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിന്റെ മേൽ പ്രവൃത്തി ചെയ്യപ്പെടുകയാണ്. ഇവിടെ കേക്കാണ്, കേക്കിന് ആരോ ഉണ്ടാക്കുകയാണ് അല്ലെ. ഒരാൾ കേക്കിനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് ആക്റ്റീവും, കേക്ക് ആരോ ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ എന്താണ് പാസീവ് ആണ്. ആദ്യത്തെ സെന്റൻസ് നോക്കൂ നിങ്ങൾ, ദ കേക്ക് വാസ് ബേക്കിംഗ് ഇൻ ദ ഓവൻ. കേക്ക് വാസ് ബേക്കിംഗ്, കേക്കാണ് അവിടെ എന്താണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കേക്ക് എന്തോ സാധനം ബേക്ക്, കേക്കിന് ജീവനുണ്ട്, അത് അവനിൽ എന്തോ സാധനം ബേക്ക് ചെയ്യുന്നുണ്ട്. ഇതിനെങ്ങനെ നമുക്ക് പാസീവ് ആക്കാം, കറക്റ്റ് പാസീവ് ആക്കാം? ഒന്നെങ്കിൽ നമുക്ക് പറയാം വാസ് ബേക്ക്ഡ് എന്ന് കൊടുക്കാം, വാസ് ബേക്ക്ഡ് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂസ് ആക്കിയിട്ട് വാസ് ബീയിങ് ബേക്ക്ഡ് എന്ന് കൊടുക്കാം. ദ കേക്ക് വാസ് ബീയിങ് ബേക്ക്ഡ് ഇൻ ദി ഓവൻ എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ ദ കേക്ക് വാസ് ബേക്ക്ഡ് എന്നും കൂടെ കൊടുക്കാം. രണ്ടാമത്തേത് ഷെഫ് ഈസ് ബേക്കിംഗ് ദ കേക്ക് ഇൻ ദ അവൻ. ഷെഫ് എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ് അല്ലെ, സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് അല്ല നമുക്ക് വരേണ്ടത്, നമുക്ക് ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്. ദ കേക്ക് ഈസ് ബീയിങ് ബേക്ക്ഡ് ഇൻ ദി ഓവൻ ബൈ ദ ഷെഫ്, അങ്ങനെ വരും. രണ്ടാമത്തതും ബേക്കർ ചെയ്യാണ് അല്ലെ. ഹാസ് ബേക്ക്ഡ് ആവുമ്പോ നമുക്ക് ഇവിടെ എന്താണ് ദ കേക്ക് ഹാസ് ബീൻ ബേക്ക്ഡ് വരും, ഹാസ് ബീൻ ബേക്ക്ഡ് വരും. എന്നാൽ നാലാമത്തെ സെന്റൻസ് നോക്കൂ നിങ്ങൾ, ദ കേക്ക് വിൽ ബേക്ക് ഇൻ ദി ഓവൻ. വിൽ ബേക്ക് വരില്ല, വിൽ ബി ബേക്ക്ഡ് എന്നാകും. കൃത്യമായിട്ട് ഓർത്തിരിക്കണേ നിങ്ങൾ. പാസീവിൽ എപ്പോഴും എന്താണ് നമ്മൾ ഹാസ് ബീൻ, വാസ് ബീയിങ് കാര്യങ്ങളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. കൃത്യമായിട്ട് ഓർത്തിരിക്കണേ. ദ കേക്ക് വിൽ ബി ബേക്ക്ഡ് ഇൻ ദി അവൻ. അവനിൽ എന്താണ് കേക്ക് കുക്ക് ചെയ്യപ്പെടും, ബേക്ക് ചെയ്യപ്പെടും എന്നാണ് സെന്റൻസിന്റെ മീനിങ്. അപ്പം ഒബ്ജക്റ്റ് ആണ് ആദ്യം വരേണ്ടത്, അതിന് മേൽ പ്രവൃത്തി ചെയ്യപ്പെടുകയാണ്, പ്രവൃത്തി ചെയ്യുകയല്ല. ഒബ്ജക്റ്റ് ഒരിക്കലും പ്രവൃത്തി ചെയ്യില്ല, ഒബ്ജക്റ്റിന്റെ മേൽ നമ്മൾ പ്രവൃത്തി ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ ദ കേക്ക് പാസീവ് വോയിസ് എന്ന് പറയുന്നത്. അപ്പം 4 സെന്റൻസും ആക്ച്വലി എന്താണ് കേക്കിന് ജീവൻ ഉണ്ട് എന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് 4 സെന്റൻസുകളും എന്താണ് ആക്റ്റീവ് വോയിസിലാണ്. ഇതിനൊരു ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. നൺ ഓഫ് ദീസ് ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, ജെറൻഡിന്റെ യൂസേജ്. ജെറൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വേർബ് പ്ലസ് ING ആണ്. സീ എന്ന് പറയും, കാണുക, വേർബ് ആണ്. സീയിങ് എന്ന് പറഞ്ഞാൽ എന്താണ് ദ ആക്ട് ഓഫ് സീയിങ് ആണ്, കാണുന്ന സാധനത്തിനെയാണ്, ആ ആക്ടിനെയാണ് നമ്മൾ ജെറൻഡ് ആക്കുന്നത്, നൗണാക്കി മാറ്റുന്നത്. വോക്ക്, നടക്കുക, വോക്കിംഗ് എന്നുള്ളത് നമ്മൾ ജെറൻഡായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ദ ആക്ട് ഓഫ് വോക്കിംഗ്, ആ ആക്ടിനെയാണ് പറയുന്നത്. നടക്കുക എന്നല്ല, ആ നടക്കുന്ന ആക്ടിനാണ് നമ്മൾ വോക്കിംഗ് ജെറൻഡായിട്ട് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കാം, സിമ്പിൾ ആയിട്ട് ചോദ്യമാണ്. സ്വിമ്മിങ് ING ഫോമിലാണ് ജെറൻഡ് എന്നുള്ളത് നേരെ അറിയാമെങ്കിൽ എന്താണ് നമുക്ക് ഓപ്ഷൻ ബി ആയിട്ട് കുത്താം. ഷീ എൻജോയ് സ്വിമ്മിങ് ഇൻ ദ ഓഷൻ. ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ, ഐ ലൈക്ക് സ്വിമ്മിങ് എന്ന് കൊടുക്കാം, ഐ ലൈക്ക് സ്വിമ്മിങ് ഇൻ ദി ഓഷൻ കൊടുക്കാം. ഐ ലൈക്ക് ടു സ്വിം ഇതും കൊടുക്കാം. ലൈക്കിന് ശേഷം നമുക്ക് എന്താണ്, ലൈക്കിന് ശേഷം ഇൻഫിനിറ്റീവും ടു ഇൻഫിനിറ്റീവും ജെറൻഡ് കൂടെ നമുക്ക് യൂസ് ചെയ്യാം. ബട്ട് എൻജോയ്ക്ക് ശേഷം എന്താണ് നമുക്ക് ജെറൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ടൊരു ധാരണ വേണം. ലൈക്കിന് ശേഷം ജെറൻഡും ടു ഇൻഫിനിറ്റീവ് നമുക്ക് ഉപയോഗിക്കാം, എന്നാൽ എൻജോയ്ക്ക് ശേഷം നമുക്ക് ജെറൻഡ് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കാരണം എന്താണ്, ആ ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. യെസ്. അടുത്ത ചോദ്യം, ഇനി നമ്മൾ എന്താണ് കുറച്ച് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എക്സസീവ് യൂസ് ഓഫ് വേർഡ്സ്, വെർബോസിറ്റി ആണ് വരുന്നത് കേട്ടോ. വെർബോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മൂക്ക് പിടിക്കാം, നമുക്ക് ഇങ്ങനെയും മൂക്ക് പിടിക്കാം അല്ലെ. അപ്പം ഒരു കാര്യം പറയാം, ഒരുപാട് വാക്കുകൾ, നമുക്ക് വെർബൽ ഡയറിയ എന്നൊക്കെ പറയാം. ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഒരു സാധനം പറയുന്നതിനെയാണ് നമ്മൾ വെർബോസിറ്റി എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ കൺസൈസ്നെസ്സും
ലക്കോണിസം ഒക്കെ വരുന്നത് കേട്ടോ. ലക്കോണിക് എന്നൊരു വാക്കുണ്ട്, ലക്കോണിക്, ഇതിന്റെ അഡ്ജക്റ്റീവ് വരുന്നതാണ് ലക്കോണിക്. ലക്കോണിക് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ വാക്കുകളിൽ ഉപയോഗിച്ചിട്ട് ഫ്യൂ വേർഡ്സ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പറയാണ്. വെർബോസിറ്റിയുടെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് ലക്കോണിസം വരുന്നത്, കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന വാക്കുകളാണ് സക്സിൻറ്റ് പ്ലസ് എന്താണ് ബ്രെവിറ്റി അല്ലെങ്കിൽ ബ്രീഫ് പോലെയുള്ള വാക്കുകൾ. ദെൻ ഒരു ഇഡിയം വേണമെങ്കിൽ നിങ്ങൾ പഠിക്കണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇഡിയം. കാര്യങ്ങൾ ബ്രീഫായിട്ട് പറയുന്നതിന് നമുക്ക് ഇൻ എ നട്ട്ഷെൽ എന്ന് പറയുമ്പോൾ ലക്കോണിക്, സക്സിൻറ്റ്, ബ്രീഫ്, കൺസൈസ്, ഇൻ എ നട്ട്ഷെൽ പോലെയുള്ള വാക്കുകൾ എന്താണ് ഇഡിയം നിങ്ങൾ പഠിച്ചു വെക്കുക. എലക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ആക്ച്വലി ഫ്ലുവൻസി ആണ് കേട്ടോ. ഫ്ലുവൻസി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. ഗ്യാബിന്റെ ഗിഫ്റ്റ്. ഗ്യാബ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ഒരു കാര്യത്തെക്കുറിച്ചിട്ട്, ഇമ്പോർട്ടന്റ് അല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് ഗ്യാബ് എന്ന് പറയുന്നത്. ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് എന്ന് പറഞ്ഞാൽ ഫ്ലുവന്റ് ആയിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ പറയാനുള്ള ഒരു കഴിവിനാണ് നമ്മൾ ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ്. എലക്വന്റ് ആണ്, ഫ്ലുവന്റ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം അയാൾക്ക് ഗിഫ്റ്റ് ഓഫ് ദ ഗ്യാബ് ഉണ്ട് എന്ന് പറയാം കേട്ടോ. കൃത്യമായിട്ടൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അടുത്ത നോക്കൂ നിങ്ങൾ, ഐഡന്റിഫൈ സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ. ഇത് കുറച്ചുകൂടെ എന്താണ് കൺഫ്യൂസിങ് ആയിരിക്കും ഓപ്ഷൻ. ആക്ച്വലി ഇത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതാണ് ഇത് ഓൾഡ് വൈനാണ്, പുതിയൊരു ബോട്ടിൽ തന്നിട്ടുള്ള പഴയ വൈന് തന്നെയാണ് ഇത് എന്ന് നമുക്ക് ആരും മനസ്സിലാവും. നോക്കൂ നിങ്ങൾ, ടൈഗ്രസ് ഈസ് നോൺ ഫോർ ഹിസ് സ്ട്രൈപ്സ്, ദ വിക്സൺ ഈസ് നോൺ ഫോർ ഹിസ് കണ്ണിങ് ട്രിക്സ്, the stallion is recognized for its strength, the lion is known for her hunting skill. ഇതിൽ സിമ്പിൾ ആയിട്ട് നമ്മൾ ഈ സെന്റൻസുകളൊക്കെ വായിച്ചിട്ട് ആകെ കൺഫ്യൂഷൻ. ഇതിലൊന്നുമില്ല, ഈ പ്രോനോണ് തന്നിരിക്കുന്ന സബ്ജക്റ്റുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. വിക്സൺ ഹിസ്, സ്റ്റാലിയൻ ഹെർ, ഹിസ്, ലയണ് ഹെർ. നമുക്ക് നോക്കിയാൽ മതി. ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ ടൈഗറിന്റെ ഫെമിനിൻ ജെൻഡർ ആണെന്ന് അറിയാം. അപ്പൊ ഹിസ് വരില്ല, ഇവിടെ ഹെർ ആണ് വരുന്നത് നമുക്കറിയാം. അപ്പം എ തെറ്റാണ് അല്ലെ. ദ വിക്സൺ ഫോക്സിന്റെ ഫെമിനിൻ ജെൻഡർ ആണ്, ഹിസ് വരില്ല, ഹെർ ആണ് ഇവിടെ വരേണ്ടത്, തെറ്റ്. മൂന്നാമത്തത് സ്റ്റാലിയൻ ഹോസിന്റെ മെയിൽ ആണ് അല്ലെ, ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്നത് മേയർ ആണ്. അപ്പം മെയിൽ ആയതുകൊണ്ട് ഹിസ് കറക്റ്റ്. അപ്പൊ നമ്മുടെ സെന്റൻസ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ലയൺ വരുമ്പോ എന്താണ് നമുക്ക് മെയിൽ ലയൺ എന്നാ പറയുന്നത്, അതുകൊണ്ട് ഒന്നെങ്കിൽ നമുക്ക് ഹിസ് കൊടുക്കാം. ലയൺ എന്നുള്ളത് കോമൺ ജെൻഡർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇറ്റ്സ് എന്ന് കൊടുക്കുക അല്ലെ. ദ ലയൺ ഈസ് നോൺ ഫോർ ഹിസ് ഹണ്ടിങ് സ്കിൽസ്, അല്ലെങ്കിൽ ദ ലയൺ ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഹണ്ടിങ് സ്കിൽസ്, ഇങ്ങനെയും നമുക്ക് കൊടുക്കാം. അപ്പൊ പഴയ സാധനം തന്നെയാണ് പുതിയ രീതിയിൽ അവതരിപ്പിച്ചു എന്നേ ഉള്ളൂ. ഈ ഒരുപാട് സെന്റൻസ് വായിക്കാതെ നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ആ പ്രോനോൺ കാര്യങ്ങൾ കറക്റ്റ് ആണോ എന്ന് നോക്കാം. നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ 3 ചോദ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ പോസ് ചെയ്തുകൊണ്ട് ഇതിന്റെ ആൻസർ എന്തായിരിക്കും എന്നുള്ളത് എന്താണ് നമ്പർ ഇട്ടിട്ട് നമ്മുടെ വീഡിയോയുടെ താഴെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണത്. ആദ്യത്തേത് കറക്റ്റ് മാസ്കുലിൻ ഫെമിനിൻ യൂസേജ് ആ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ നിങ്ങൾ 3 തന്നിട്ടുണ്ട്, 3-ൽ ഏതൊക്കെയാണ് എന്നാ ചോദിച്ചിട്ടുള്ളത്. രണ്ടാമത്തതും അതുപോലെ ഇൻകറക്റ്റ് യൂസ് ഓഫ് മാസ്കുലിൻ ആൻഡ് ഫെമിനിൻ ജെൻഡർ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള അനിമൽ ഓഫ് സ്പ്രിങ്ങിന്റെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഞാൻ എന്താണ് ഇതേ മോഡലിൽ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ P1, P2, P3 എന്ന് എഴുതിയിട്ട് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ എന്താണ് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്തുകൊണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇതിന്റെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് നിങ്ങൾ എന്താണ് ഒന്ന് മെൻഷൻ ചെയ്യണേ നമ്മുടെ കമന്റ് ബോക്സിൽ. അപ്പൊ നമുക്ക് എന്താണ് അടുത്ത ചോദ്യം നോക്കാം. സെലക്ട് സെന്റൻസ് വിത്ത് കറക്റ്റ് യൂസേജ് ഓഫ് വേർഡ്സ്. ഇവിടെ 2 തരം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 2 തരം ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തത് വരുന്നത് കൺഫ്യൂസിങ് വേർഡ്സ്, രണ്ടാമത്തത് വരുന്നത് കോമ്പൗണ്ട് വേർഡ്. 2 തരത്തിലുള്ളതാണ്. നമുക്ക് ഓരോ സെന്റൻസ് നോക്കാം. ഇതിനായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം യോദ്ധാവ്. റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ റോഡാണ്, പക്ഷെ അപ്പൊ ആ റോഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഹോസിനെ നമുക്ക് എന്താണ് റോഡ് എന്ന് പറഞ്ഞത് നമുക്ക് എന്താണ് വേർബായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് വരില്ല, ദ നൈറ്റ് റോഡ് ഹിസ് ഹോസ് അത് കറക്റ്റ് ആണ്. എന്നാൽ ദ സൺസെറ്റ് ക്വസ്റ്റ്യൻ മാർക്ക്. രണ്ടാമത്തത് നൈറ്റ് ഹോസ് റോഡ് ഹിസ് ഹോസ് ഇൻ ടു ദ സൺസെറ്റ്. യെസ്,
സോറി, ഇവിടെ നൈറ്റ് ആണ് വരുന്നത്. നൈറ്റ് തെറ്റാണ്. നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. രാത്രി ഒരിക്കലും എന്താണ് കുതിരയെ ഓടിക്കില്ല അല്ലെ. മൂന്നാമത്തതാണ് നമുക്ക് ശരിയായിട്ടുള്ളത്. മൂന്നാമത്തതാണ് നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺസെറ്റ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാട്ടോ എന്താണ് സംഗതി എന്നുള്ളത്. മൂന്നാമത്തത് നൈറ്റ് റോഡ് ഹിസ് ഹോഴ്സ് ഇൻ ടു ദ സൺ, അതും തെറ്റ്. രണ്ടാമത്തും തെറ്റ്. മൂന്നാമത്തെ തെറ്റും. നാലാമത്തതും എന്താണ് സംഗതി എന്ന് പറയാം. നൈറ്റ് ഞാൻ പറഞ്ഞു നൈറ്റ് ആണ്. KNIGHT യോദ്ധാവ്, റോഡ് എന്ന് പറഞ്ഞാൽ കുതിരയെ ഓടിച്ചു എന്നാണ്. ഇൻ ടു ദ സൺസെറ്റ്, അവിടെയാണ് ചെറിയ കൺഫ്യൂഷൻ വരുന്നത്. നോക്കൂ നിങ്ങൾ, കോമ്പൗണ്ട് വേർഡുകൾ എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ വാക്കുകൾ കൂടി ചേർന്നിട്ടുള്ള വാക്കുകളെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡുകൾ എന്ന് പറയുന്നത്. 3 തരത്തിലുള്ള കോമ്പൗണ്ട് വേർഡുകൾ ഉണ്ട്. ഒന്നാമത്തത് വരുന്നത് ഹൈഫനേറ്റഡ് ആണ്. ഹൈഫനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ കമ്പൈൻ ചെയ്തിട്ടുള്ള വാക്കുകളുടെ ഇടയിൽ ഒരു ഹൈഫൺ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ചെക്ക് ഇൻ അല്ലെങ്കിൽ സിസ്റ്റർ ഇൻ ലോ. അതിൻ്റെ ഇടയിലൊക്കെ എന്താണ് നിങ്ങൾ കണ്ടോ ഒരു ഹൈഫൺ ഇട്ടത്. ഹൈഫനേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട് വേർഡുകളാണ്. രണ്ടാമത്തെ വാക്കുകളുണ്ട് ഓപ്പൺ ആയിട്ടുള്ള, അതായത് ഈ കമ്പൈൻ ചെയ്യുന്ന വാക്കുകൾക്കിടയിൽ ഹൈഫണും ഉണ്ടാവില്ല, ഒരു സ്പേസ് ഉണ്ടാവും. ഹൈഫണിന് പകരം എന്താണ് ഒരു സ്പേസ് ആണ്. അതിനെ നമ്മൾ ഓപ്പൺ എന്നാ പറയാം. ഓപ്പൺ കോമ്പൗണ്ട് വേർഡുകൾ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത്, സെൽഫോൺ, ഹൈസ്കൂൾ പോലെയുള്ള വാക്കുകൾ എന്താണ് 2 സെപ്പറേറ്റ് ആയിട്ട് വാക്കുകൾ നിൽക്കും. അതിൻ്റെ ഇടയിൽ എന്താണ് സ്പേസ് ആണ്, പക്ഷെ എന്താണ് ഒറ്റ വേർഡാണ്, കോമ്പൗണ്ട് വേർഡാണ്, കോമ്പൗണ്ട് നോൺ ആണ്. സെൽഫോൺ, ഹൈസ്കൂൾ പോലെയുള്ള വാക്കുകൾ എന്താണ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ പിന്നീട് വരുന്നതാണ് ക്ലോസ്ഡ് കോമ്പൗണ്ട് വേർഡുകൾ. ക്ലോസ്ഡ് ആകും എന്താണ് ഹൈഫണും ഉണ്ടാവില്ല, സ്പേസും ഉണ്ടാവില്ല, രണ്ടും എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ബ്ലാക്ക് ബോർഡ് പോലെയുള്ള, ആഫ്റ്റർനൂൺ, ചെയർമാൻ പോലെയുള്ള വാക്കുകൾ. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു വാക്കാണ് സൺസെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്. സൺസെറ്റ് എന്നുള്ളത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് വേർഡ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം. അപ്പോൾ നമുക്ക് ആൻസർ വരിക ഓപ്ഷൻ സി ആൻസർ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. കാരണം അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആയിട്ട് വരികയാണെങ്കിൽ എന്താണ് അത് നമുക്ക് എന്താണ് കൺസിഡർ ചെയ്യാം. ഇത് ആക്ച്വലി വരേണ്ടത് ഈ സൺസെറ്റിന് പകരം ഇവിടെ സ്പേസ് ഇല്ലാത്ത രീതിയിൽ സൺസെറ്റ് ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എന്താണ് അത് ആൻസർ ആയിട്ട് എടുക്കാം. നിങ്ങൾക്ക് ചാലഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് നമുക്ക് ചാലഞ്ച് ചെയ്യുന്നതായിരിക്കും. യെസ്, ഇനി അടുത്ത ചോദ്യത്തിലോട്ട് കടക്കാം. യെസ്, സ്പിൽ ദ ബീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബീൻസ് അറിയാതെ നമ്മൾ സ്പിൽ ചെയ്ത് പോവുക, റിവീൽ ചെയ്യുക ഒരു സീക്രട്ട്. അതിനെയാണ് നമ്മൾ സ്പിൽ ദ ബീൻസ് എന്ന് പറയുന്നത് കേട്ടോ. ബീൻസിന്റെ അകത്തുള്ള സാധനങ്ങൾ നമ്മൾ എന്താണ് സ്പില്ല് ചെയ്യുക. ഇതേ ഒരു ഇഡിയം പഠിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ഇഡിയമാണ് ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്നുള്ളത്. ഔട്ട് ഓഫ് ദ ബാഗ് സെയിം ഇഡിയത്ത് മീനിങ് ആ വരുന്നത്. എന്താണ് ആക്സിഡന്റലി എന്താണ് ആക്സിഡന്റലി ഒരു സീക്രട്ട് നമ്മൾ റിവീൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഇഡിയം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്പിൽ ദ ബീൻസും ലെറ്റ് ദ കാറ്റ് ഔട്ട് ഓഫ് ദ ബാഗും ഏകദേശം എന്താണ് സിമിലർ ആയിട്ട് വരുന്ന 2 ഇഡിയംസ് ആണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. വീണ്ടും ഒരു 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ഡെലിബറേറ്റ് ആൻഡ് സിസ്റ്റമാറ്റിക് എക്സ്റ്റെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് കൊന്നുകളയ അല്ലെ, അവിടെ തന്നെ ഭൂമുഖത്തൊന്നും ഇല്ലാണ്ടാക്കുന്നതിനാണ് നമ്മൾ എക്സ്റ്റെർമിനേഷൻ എന്ന് പറയുന്നത്. ഓഫ് എ നാഷണൽ, റേഷ്യൽ, പൊളിറ്റിക്കൽ അല്ലെങ്കിൽ എന്താണ് കൾച്ചറൽ സാധനങ്ങളെയാണ് നമ്മൾ എന്താണ് ഡിലീറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സ്റ്റെർമിനേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊല്ലുന്നതിന് എന്ത് വിളിക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ജനസൈഡ്, വംശഹത്യ എന്ന് നമുക്ക് പറയാം കേട്ടോ. ജനസൈഡ് എന്ന് പറഞ്ഞാൽ ഒരു വംശത്തെ, റേസിനെ, നേഷൻ, അയാൾ വരുന്ന കളറ്, അയാളെ റിലിജനൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് മാസ് കില്ലിങ്ങിനാണ് നമ്മൾ ജനസൈഡ് എന്ന് പറയുന്നത്. ഈ ജനസൈഡ് എന്ന് പറയുന്ന വാക്ക് നിങ്ങൾ പഠിക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു വാക്കാണ് മാസക്കർ എന്നുള്ള വാക്ക്. മാസക്കർ സ്പെല്ലിംഗ് കൂടെ നിങ്ങൾ SSACRE ആണ് വരുന്നത്. അത് കൃത്യമായിട്ട് എന്താണ് ആ സ്പെല്ലിംഗ് കൂടെ നിങ്ങൾ നോക്കി വെക്കണേ. അതിന്റെ മീനിങ് വരുന്നത് മാസ് കില്ലിംഗ് എന്നാണ് വരുന്നത് കേട്ടോ. മാസ് കില്ലിംഗ് എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. മാസക്കർ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. സെനഫോബിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാക്കാണ്. സെനഫോബിയ എന്ന് പറഞ്ഞാൽ ഫോറിൻ ആയിട്ട് സാധനങ്ങളോടൊരു
ഫോബിയയാണ്, ഹേറ്റ്രഡ് ആണ്, വെറുപ്പാണ്, അതിനെ പേടിയാണ്. അതായത് ചില ആളുകൾക്ക് ഉണ്ടാവും പുറത്തു നിന്നൊക്കെ മൈഗ്രൻസ് ഒക്കെ വരുമ്പോൾ അവര് ഞങ്ങളുടെ ജോലി, ഞങ്ങളുടെ സ്ഥലങ്ങളൊക്കെ തട്ടിയെടുക്കുമോ എന്നുള്ള ഒരു പേടിക്കാണ് ഈ സെനഫോബിയ എന്ന് പറയുന്നത്. സെനഫോബിയയുടെ ഓപ്പോസിറ്റ് വരുന്നതാണ് സെനഫൈല് വരുന്നത്. ഫോറിനായിട്ട് സാധനങ്ങളോട് ഭയങ്കര അഡ്മിറേഷൻ ഉള്ളതിനെയാണ് നമ്മൾ സെനഫൈൽ എന്ന് വിളിക്കുന്നത്. ദെൻ മിസോജിനി എന്ന് പറഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിക്കണം. മിസ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക്, മിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്രീഫിക്സ് നമ്മൾ പഠിക്കുന്ന വൺ വേർഡിന്റെ ബോർഡിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഹെയ്റ്റ് ചെയ്യുന്ന, അതിനുശേഷം പറയുന്ന സാധനങ്ങളൊക്കെ ഹെയ്റ്റ് ചെയ്യുന്ന ആളാണ് മിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രീഫിക്സ് നമ്മൾ മിസാൻഡ്രോപ്പ്, മിസോജിനി, മിസോഗമി പോലെയുള്ള വാക്കുകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ്, വിമിനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ മിസോജിനി വരുന്നത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് മിസ്ആൻഡ്രി, പുരുഷനെ ഹെയ്റ്റ് ചെയ്യുന്ന ആളുകൾ, പുരുഷനോട് ഹെയ്റ്റഡ്, വെറുപ്പ് വെച്ച് പുലർത്തുന്ന ആളുകളെയാണ് മിസ്ആൻഡ്രി എന്ന് വിളിക്കുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ദെൻ എത്നിസിറ്റിയുടെ പേരിലാണ് നമുക്ക് ജനസൈഡ് നടത്തുന്നത്. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ വംശം, ഏത് കുലത്തിൽ നിന്നാണ്, ഏത് റേസിൽ നിന്നാണ് അയാൾ വരുന്നത്, അതിനെയാണ് അയാളുടെ എത്നിസിറ്റി എന്ന് പറയുന്നത്. എത്നിസിറ്റി നോക്കിയിട്ടാണ് ജനസൈഡ് നടത്തുന്നത്, മാസക്കർ നടത്തുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. എത്നിസിറ്റി എന്ന് പറഞ്ഞാൽ വംശമാണ്, ജനസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യയാണ്. ഈ കാര്യം കൂടെ നിങ്ങൾ എന്താണ് ജസ്റ്റ് ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം വരുന്നത് മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ കെയർഫുൾ ആണ് അർത്ഥം വരുന്നത്. ഇവിടെ നമ്മളെ കൺഫ്യൂസ് ആക്കാൻ വേണ്ടിയിട്ട് ബോത്ത് എ ആൻഡ് ബി എന്നുകൂടെ കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറഞ്ഞാൽ മെസ്സി ആണ്. മെസ്സി എന്ന് പറഞ്ഞാൽ എന്താണ്, അൺകെംപ്റ്റ്, അൺടൈഡി, ക്ലീൻ അല്ലാത്തൊരവസ്ഥയ്ക്കാണ് നമ്മൾ മെസ്സി എന്ന് പറയുന്നത് കേട്ടോ. അൺടൈഡി, അൺകെംപ്റ്റ് പോലെയുള്ള വാക്കുകൾ എന്താണ് നമുക്ക്, അല്ലെങ്കിൽ അപ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കുകൂടെ നമുക്ക് എന്താണ് യൂസ് ചെയ്യാം. മെസ്സി, അൺടൈഡി, അൺകെപ്റ്റ്, അപ്സെറ്റ് പോലെയുള്ള വാക്കുകൾ എന്താണ് നമുക്ക് യൂസ് ചെയ്യാം. മെറ്റിക്കുലസിന്റെ ഓപ്പോസിറ്റ് ആണ് കെയർലെസ് വരുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്, കെയർഫുൾ ആണ്. ഇവിടെ ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി എന്ന് പറയുന്നത് നമ്മളെന്താണ് ജസ്റ്റ് ഒന്ന് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കൊടുത്തതാണ്. ബി ആൻസർ ആയിട്ട് ഒരിക്കലും വരില്ല മെറ്റിക്കുലസിന്റെ. യെസ്, അടുത്ത ചോദ്യം നോക്കും നിങ്ങൾ. സ്പെല്ലിംഗ് ആണ്. നെസസറി എന്ന ഒരു വാക്കിലാണ്. ഇതിൽ നമുക്ക് അറിയേണ്ട ഒരു കാര്യം എന്താണ്, ഇങ്ങനെ ഒരു മൂന്ന് വാക്കുകൾ തന്നിട്ടുണ്ട്. ഒറ്റ വാക്കിന്റെ മൂന്ന് സ്പെല്ലിങ്, ഡിഫറെന്റ് സ്പെല്ലിങ് തന്നിട്ടുണ്ട്. ഇതിലെങ്ങനെയായിരിക്കും ആൻസർ ആയിട്ട് വരിക? നമുക്ക് ഇതിന്റെ വാക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ഗസ് വർക്ക് കഴിയൽ എങ്ങനെയായിരിക്കും? ഒന്നെങ്കിൽ ഇത് മൂന്നും തെറ്റായിരിക്കും അല്ലെ, ഒന്നെങ്കിൽ ഇത് മൂന്നും തെറ്റായിരിക്കും. കാരണം ഒരു വാക്കിന് 3 സ്പെല്ലിങ് തെറ്റായിട്ട് വരാം. ഒന്നെങ്കിൽ 2 എണ്ണം തെറ്റായിരിക്കും, ഒന്നെങ്കിൽ 2 എണ്ണം തെറ്റായിരിക്കും, ഒന്നെങ്കിൽ 3 എണ്ണം തെറ്റായിരിക്കും. അല്ലാതെ ഒന്ന് മാത്രം തെറ്റുന്ന ഒരവസ്ഥ ഇല്ല അല്ലെ. അപ്പൊ ഒരിക്കലും ബി ആൻസർ ആയിട്ട് വരില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. കാരണം ഒരു വേർഡിന് രണ്ട് എന്തുണ്ടാവില്ല, 2 സ്പെല്ലിംഗ് ഉണ്ടാവില്ല. അപ്പൊ ഒന്ന് മാത്രം തെറ്റുന്ന ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവില്ല അല്ലെ. ഇതിൽ കറക്റ്റ് ആയത് ഒന്ന് മാത്രമാണ്, തെറ്റായത് എന്താണ്, നെസസറിയും രണ്ടാമത്തെ നെസസറിയുമാണ്. 2 and 3 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് എന്നുള്ള കാര്യമാണ് നിങ്ങൾ കൃത്യമായിട്ട്. സ്പെല്ലിങ് ചെറിയ നമുക്ക് അറിയുന്ന വാക്കുകളാണ്. ബട്ട് എന്താണ്, ഇങ്ങനെ 3 ഓപ്ഷനൊക്കെ തരുമ്പോൾ അല്ലാ ഇതിലേതാണ് ഇപ്പോൾ കറക്റ്റ്, കൺഫ്യൂഷൻ ആയല്ലോ എന്നുള്ള രീതിയിൽ വരും. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് ചില വാക്കുകളൊക്കെ നമുക്കൊക്കെ അറിയുന്ന വാക്കുകളുടെ എന്താണ് സ്പെല്ലിങ് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെക്കുക. അടുത്ത ചോദ്യം വരുന്നത് നോക്കൂ നിങ്ങൾ. ക്യാപിറ്റലൈസേഷൻ സിമ്പിൾ ആണ് അല്ലെ. ഐ ആം ഗോയിങ് ടു ദ മാൾ, ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഐ എപ്പോഴും നമ്മൾ എന്താണ്, ഐ എന്നുള്ള സാധനം നമ്മൾ ഐ ആയിട്ട് യൂസ് ചെയ്യുകയാണ്, ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുക, എന്താണ് ഐ ക്യാപിറ്റലൈസേഷൻ എപ്പോഴും നടത്തണം അല്ലെ, ബ്ലോക്ക് ലെറ്ററിൽ എഴുതണം. ദെൻ എ എം എന്നുള്ളത് നമുക്ക് ഒരിക്കലും എന്താക്കാൻ പറ്റില്ല, ക്യാപിറ്റലിൽ കൊടുക്കാൻ പറ്റില്ല. എ എം എന്നുള്ളത് ഒരു അബ്രിവിയേഷൻ അല്ല. അബ്രിവിയേഷൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. എ എം വരുമ്പോൾ നമുക്ക് എന്ത് പഠിക്കാം, ആന്റി മെറീഡിയം, മെറീഡിയം എന്ന് പറഞ്ഞുള്ള വാക്ക് നമുക്ക് പഠിക്കാം. ആന്റി മെറീഡിയം എന്ന് പറഞ്ഞാൽ ആഫ്റ്റർനൂൺ ആണ്, സോറി ഫോർനൂൺ ആണ്, ബിഫോർ നൂൺ ആണ്, ബിഫോർ നൂൺ ആണ്. ബിഫോർ നൂണിന് നമ്മൾ പറയുന്ന ഫോറിൻ ഫ്രേസ് ആണ് ആന്റി മെറീഡിയം എന്നുള്ളത്. ഇതിന്റെ ആഫ്റ്റർനൂണിന് നമ്മൾ പോസ്റ്റ് മെറീഡിയം എന്നുള്ള വാക്ക് കൂടെ നമ്മൾ പറയും, പി എം. അതും കൂടെ ജസ്റ്റ് നിങ്ങൾ എന്താണ് പഠിച്ചു നോക്കുക. കഴിഞ്ഞ തവണ നടന്നിട്ടുള്ളൊരു LD എക്സാമിന് എന്താണ് എ എമ്മിന്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചിട്ടുണ്ട്. ബിഫോർ മിഡ് ഡേ അല്ലെങ്കിൽ ബിഫോർ നൂൺ എന്ന് വേണമെങ്കിൽ എന്താണ് നമുക്ക് പറയാം ആന്റി മെറീഡിയം എന്നുള്ളതിന്. യെസ്, അടുത്ത ചോദ്യം നോക്ക് നിങ്ങൾ. കംഫർട്ടബിൾ ഫോംഡ് വിത്ത് സഫിക്സ്. സഫിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു വാക്കിന്റെ എൻഡിൽ കൊടുക്കുന്ന ലെറ്റേഴ്സിനാണ് നമ്മൾ സഫിക്സ്.
സഫിക്സ് നമ്മളൊരു പുതിയൊരു വാക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സഫിക്സ് യൂസ് ചെയ്യുന്നത്. പ്രീഫിക്സ് എന്താണ്? നമ്മൾ അതിന്റെ മീനിങ് മാറ്റാൻ വേണ്ടിയിട്ട് പ്രീഫിക്സ് നമ്മൾ ആദ്യത്തിലും സഫിക്സ് നമ്മൾ എന്താണ് എൻഡിലുമാണ് ആഡ് ചെയ്യുന്നത്. കംഫർട്ടബിൾ എന്ന് പറഞ്ഞ വാക്കിൽ നമുക്ക് ഓൾറെഡി അറിയാം, ഓൾറെഡി ഒരു സഫിക്സ് ഉണ്ട്, ഏബിൾ എന്ന് പറഞ്ഞിട്ട് സഫിക്സ് ഉണ്ട്, കംഫർട്ടബിൾ. ഇനി ഇതിന്റെ ആന്റണിം ആണ്, കംഫർട്ടബിൾ ആണ് സാധനം. ആന്റണിം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് എന്താണ്, കംഫർട്ട്ലെസ് ആണ് നമ്മുടെ ആൻസർ വരിക എന്നുള്ളത്. കാരണം കംഫർട്ട്ലെസ്സിൽ ലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ സഫിക്സ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. സഫിക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പലരും അൺകംഫർട്ടബിൾ എന്നൊക്കെ കൊടുക്കാം. അൺകംഫർട്ടബിളിന് എന്നുള്ളത് എന്താണ്? എന്നുള്ളത് പ്രീഫിക്സ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് സഫിക്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ എ ആൻസർ ആയിട്ട് വരില്ല. ഡിസ്കംഫർട്ടിനും എന്താണ്? ഡിസ്കംഫർട്ടിന് DIS എന്ന് പറഞ്ഞിട്ടുള്ള പ്രീഫിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ ഡി വരുന്നത് കംഫർട്ടിഫൈ, FI എന്ന് പറഞ്ഞിട്ട് എന്താണ്? ആന്റണിമായിട്ട് വരില്ല, അത് വേർബായിട്ട് വരുന്നതാണ് കേട്ടോ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. യെസ്, കംഫർട്ടിഫൈ എന്ന് പറയുമ്പോൾ ഫൈ എന്ന് പറഞ്ഞാൽ നമ്മൾ വേർബ് ആക്കി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. കംഫർട്ടിന് കംഫർട്ട് തന്നെയാണ് എന്താണ് അതിൻ്റെ വേർബായിട്ട് വരുന്നത്. FI എന്താണ്? അതിൻ്റെ വേർബായിട്ട് വരുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. FY എന്നുള്ളത് നമ്മളൊരു വാക്കിന് വേർബാക്കി മാറ്റാൻ യൂസ് ചെയ്യുന്ന സഫിക്സുകളാണ് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അവസാനത്തെ ചോദ്യം നോക്കൂ നിങ്ങൾ. ഗിവിൻ എന്നുള്ളൊരു വാക്കാണ്. ഗിവിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫ്രേസൽ വേർബിന്റെ മീനിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. എങ്ങനെ കറക്റ്റ് യൂസ് ചെയ്യാം? ഗിവിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നില്ല അവസാനം എന്താണ്? നമ്മൾ ഒരു ഫൈനലി അഗ്രി ചെയ്യുന്നതിന് നമ്മൾ കുറേ കാലം നമ്മൾ ചെയ്യൂല അവസാനം നമ്മൾ അഗ്രി ചെയ്യുന്നത്, അവരുടെ റിക്വസ്റ്റിൽ നമ്മൾ അഗ്രി ചെയ്യുന്നത് നമ്മൾ ഗിവിൻ എന്ന് പറയുന്നത്. ഗിവിൻ നമ്മൾ എപ്പോൾ യൂസ് ചെയ്യുന്നത്? ഗിവ് ഇൻ ടു സംതിങ് ആണ് വരുന്നത് കേട്ടോ. ടു സംതിങ് വേണം, ഒരു ടു അവിടെ നിർബന്ധമായിട്ടും വേണം. അപ്പം നമ്മൾ ടു ഉള്ളത് എന്താണ്? ഹി ഗേവ് ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ്. ഇത് ആക്ച്വലി കോമൺ അല്ല. ഈ ഇൻ ടു അല്ല ഇവിടെ വരേണ്ടത്. ഇവിടെ ശരിക്കും വരേണ്ടത് ഇൻ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് വേണം. ഇൻ ടു ഹിസ് ഫ്രണ്ട്സ് റിക്വസ്റ്റ് എന്ന് വേണം. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഹി ഗേവ് ഇൻ ദെൻ ടു സംതിങ് അങ്ങനെയാണ് വരേണ്ടത്. എന്നാൽ ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്, കോമൺ അല്ല. ഗേവ് ഇൻ ടു ആണ്, സ്പേസ് വേണം, അതാണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് എന്താണ് ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് എന്താണ് അടുത്ത അടിപൊളിയായിട്ടുള്ള ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് എന്താണ് ഇനിയും കാണാം. താങ്ക്